കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ പ്രോസിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിക്കായത്തുൽ അസദി വൽ ഫഹർ, എലിയുടെയും സിംഹത്തിൻ്റെയും കഥയാണ്. കാട്ടിലെ രാജാവായിരുന്നു സിംഹം. സിംഹത്തെ എല്ലാ ജീവികൾക്കും ഭയമായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടാൽ കാട് മുഴുവനും നിശബ്ദമാകും. ഒരു ദിവസം എലികൾ കളിക്കുകയായിരുന്നു. അപ്പോൾ സിംഹത്തിൻ്റെ മുകളിൽ വന്ന് വീണു ഒരു എലിക്കുഞ്ഞ്. സിംഹം ഗാഠനിദ്രയിലായിരുന്നു. സിംഹം പെട്ടെന്ന് ഉണർന്നു. നോക്കിയപ്പോൾ നിസ്സാരക്കാരനായ ഒരു എലിക്കുഞ്ഞാണ്. സിംഹം അവനെ വെറുതെ വിട്ടു. അപ്പോൾ ആ എലിക്കുഞ്ഞ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് എന്നെ ഉപകാരപ്പെടും. അപ്പോൾ സിംഹം പറഞ്ഞു, ഇത്രയും നിസ്സാരണക്കാരനായ ആരാണ് നിന്നെ ഗൗനിക്കുന്നത്? അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഉക്തുബ് ഫിഖ്റത്തൻ അൽ അസദ്. നമുക്കാദ്യം സിംഹത്തെക്കുറിച്ച് പഠിക്കാം. കാന ഫിൽ ഗാബത്തി, കാട്ടിലുണ്ടായിരുന്നു, അസദുൻ, സിംഹമുണ്ടായിരുന്നു. കാനൽ അസദു, സിംഹമായിരുന്നു, മലിക്കൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ രാജാവായിരുന്നു. ഹുവ കവിയുൻ, അവൻ ശക്തിയുള്ളവനാണ്. ലഹു, അവനുണ്ട്, സ്വൗത്തുൻ, ശബ്ദം, ആലിൻ, ഉയർന്ന ശബ്ദം. യഖാഫു മിൻഹുൽ ഹയവാനാത്ത്, മറ്റു മൃഗങ്ങളൊക്കെ എന്തു ചെയ്യും? അവനെ ഭയക്കും. വയബ്തഇദു അൻ ത്വരീഖിഹി, അവൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കും. ഇതാണ് സിംഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത്, ഒരു ദിവസം സിംഹം വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിയ ചോദ്യമാണ്. കൈഫ വഖഅൽ അസദു, സിംഹം എങ്ങനെയാണ് കുടുങ്ങിയത്? ഫീ ശബകത്തി സ്വയ്യാദ്, വേട്ടക്കാരൻ്റെ വലയിൽ. ഒരു ദിവസം സിംഹം വേട്ടക്കാരൻ്റെ വലയിൽ വീഴാണ്. എപ്പോഴാണത്? കാനൽ അസദു, സിംഹമായിരുന്നു, യസീറു, സഞ്ചരിക്കുകയായിരുന്നു, ഫിൽ ഗാബത്തി, കാട്ടിൽ. ഫവജദ, അവന് കിട്ടി, ഖിത്അത ലഹ്മിൻ, ഒരു ചെറിയ ഇറച്ചി കഷ്ണം കിട്ടി. അപ്പം അവൻ എന്ത് ചെയ്തു? കണ്ടു. ഫഹാജമ അലൈഹ, ആ ഇറച്ചി കഷ്ണം സിംഹം കണ്ടപ്പോൾ അതുമ ചാടി വീണു. ഫവഖഅത്ത്, അപ്പോൾ അവൻ വീണു, ഫീ ശബകത്തി സ്വയ്യാദ്, വേട്ടക്കാരൻ്റെ വലയിൽ. അങ്ങനെയാണ് വേട്ടക്കാരൻ്റെ വലയിൽ സിംഹം വീണത്. ഇനി നമ്മൾ പഠിക്കുന്നത്, ആരാണ് ഈ സിംഹത്തെ രക്ഷിച്ചത് എന്നാണ്. ഹാവലൽ അസദു, സിംഹം പരിശ്രമിച്ചു, അത്തഹല്ലുസ, രക്ഷപ്പെടാൻ, മിൻഹ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. വസ്വറഹ ആലിയ, അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. അപ്പം നമ്മളെ ചോദ്യം, ആരാണ് സിംഹത്തെ രക്ഷിക്കാൻ വന്നത്? മൻ അൻഖദൽ അസദ, ആരാണ് സിംഹത്തെ രക്ഷിച്ചത്? മിനശബക, ആ വലയിൽ നിന്ന്. കൈഫ, എങ്ങനെയാണ്? അതാണ് അടുത്ത ചോദ്യം. ഈ ശബ്ദം, സിംഹത്തിൻ്റെ ഈ ശബ്ദം, സമിഅൽ ഫഅറു, എലി കേട്ടു, സൗത്തൽ അസദി, സിംഹത്തിൻ്റെ ശബ്ദം. ഇഖ്തറബൽ ഫഅറു, എലി അടുത്തു, ബിനശബകത്തി, സിംഹം കുടുങ്ങിയ വലയോട്. വഅഖദ, അവൻ തുടങ്ങി, യഖ്രിദു, മുറിക്കാൻ തുടങ്ങി, അശബകത, ആ വലയെ, ബി അസ്നാനിഹി, അവൻ്റെ പല്ലുകൾ കൊണ്ട്. ഹത്താ, അങ്ങനെ, ഖല്ലസൽ അസദു, സിംഹം രക്ഷപ്പെടാണ്. ഇനി നമ്മൾ പഠിക്കുന്നത്, മാഹിയ ഖിസ്സത്തുൽ അസദി മഅൽ ഫഅർ. ആദ്യം ഒരു കഥ ഉണ്ടായല്ലോ, സിംഹവും എലിയും തമ്മിലുണ്ടായ ആ കഥ ഏതാണ്? ദാത്ത യൗമിൻ, ഒരു ദിവസം, കാനൽ അസദു, സിംഹമായിരുന്നു, നായിമൻ, ഉറങ്ങായിരുന്നു. ഒരു ദിവസം സിംഹം ഇങ്ങനെ ഉറങ്ങായിരുന്നു. ഫസഖത്തൽ ഫഅറു, അപ്പം എലി വീണു, ഒരു എലി വന്നിട്ട് വീണു, അലൽ അസദി, സിംഹത്തിൻ്റെ മുകളിൽ വന്നിട്ട് വീണു. അപ്പോൾ ഉറങ്ങായിരുന്നു സിംഹം. ആ സമയത്ത് എന്ത് ചെയ്തു? വന്ന് വീണു. അപ്പം എന്താ സംഭവിച്ചത്? ഫസ്വഹൽ അസദു മിനൻ നൗമി, സിംഹം ഉറക്കിൽ നിന്ന് എണീറ്റു. ഫറഅൽ അസദു, സിംഹം കണ്ടു, അൽ ഫഅറ സ്വഗീറ, ഒരു ചെറിയ എലിക്കുഞ്ഞിനെ കണ്ടു. ഫഖബലഹു, സിംഹം ആ എലിയെ പിടിച്ചു. ഖാലൽ ഫഅറു, അപ്പം ആ എലി പറഞ്ഞു, ലാ തഖ്തുൽനി, നിങ്ങൾ എന്നെ കൊല്ലരുത്, റുബ്ബമാ തൻഫഉക, എന്നെങ്കിലൊക്കെ എന്നെ കൊണ്ടൊരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാകും. ഫഅഫൽ അസദു, അപ്പം സിംഹം അവന് മാപ്പ് കൊടുത്തു.
അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് എലികൾ ഈ മാളത്തുനിന്ന് പുറപ്പെട്ടത്? ലിമഹറജൽ ഫഉറു, എന്തിനാ എലികൾ പുറപ്പെട്ടത്? മിൻ ജുഹ്രിയ, അതിൻ്റെ മാളത്തുനിന്ന്. ഖറജൽ ഫീറാനു, എലികൾ പുറപ്പെട്ടു. ലി അൻ തൽ അബ, കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എഴുതിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്.